ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തി പൊറോട്ടയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ മീൻ കറിയാണ് ചെയ്യുന്നത്. തേങ്ങ വറുത്തരച്ചിട്ടുള്ള രീതിയിലാണ് കേട്ടോ. കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് മീൻ കറി വറുത്തരച്ച് വെക്കുക എന്നുള്ളത്. അപ്പം അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ മീനാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. ഏത് മീൻ വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കഷ്ണ മീനാണ് എടുത്തിട്ടുള്ളത്, വാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആദ്യം ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ടൊരു 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുക. ഇതിലേക്കൊരു 1.25 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർക്കുന്നത്. അതായത് ഒരു തേങ്ങയുടെ പകുതി പൊട്ടിച്ചിട്ട് മുഴുവനായിട്ട് ഒരു മുറി മുഴുവനായിട്ട് ചിരവിയെടുത്തിട്ടുള്ളതാണ്. കപ്പ് കണക്കിൽ ഒരു 1.25 കപ്പ് ഉണ്ടാവും. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒന്ന് മുറിച്ചിട്ട് എടുത്താണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ 2 നുള്ള് വലിയ ജീരകം കൂടുതൽ വേണ്ട, കാരണം മീൻ കറിയല്ലേ. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് ശരിക്കും വറുത്തെടുക്കണം. വറുക്കുന്ന ഈ സമയത്ത് തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ വറുക്കുന്ന സമയത്ത് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്, അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കളറ് മാറും, പക്ഷേ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് നല്ലോണം വറുത്തെടുക്കുക. ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഈ 2 പൊടികളും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് 1-2 മിനിറ്റ് ശരിക്കും ചൂടാക്കി എടുക്കണം. അപ്പോഴാണ് ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ല തേങ്ങയും കൂടെ ചേർന്നിട്ടുള്ള കറക്റ്റ് ഒരു വറവായിട്ട് വരിക. ഇപ്പോൾ തേങ്ങയൊക്കെ കറക്റ്റ് വറവായി നല്ലൊരു മണമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടി സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ചൂടാറുന്ന സമയത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ കറി റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ട് ഒരു ഇത്തിരി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും മതി, കാരണം വെളുത്തുള്ളി ആദ്യം കുറച്ച് ചേർത്തിട്ടുണ്ടല്ലോ. 3 പച്ചമുളകും ഈ സമയത്ത് ഒന്ന് കീറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് സവാള ചേർക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരു സവാളയുടെ ഒരു പകുതി ഭാഗം എടുത്തിട്ട് ചെറുതാക്കി മുറിച്ചതാണ്. അപ്പോൾ അതുകൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കണം നല്ലോണം. ഉള്ളി ഇപ്പോൾ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കൊരു മീഡിയം സൈസുള്ള തക്കാളി കുറച്ച് നീളത്തിൽ മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു കട്ടിയിലാണ് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നല്ലോണം വെന്ത് ഉടയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കറിയിൽ കടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഒന്നങ്ങ് വഴറ്റിയെടുത്താലും മതിയാകും. ഞാനിത് ഒരുപാട് നേരം വഴറ്റി ഉടച്ചെടുക്കുന്നൊന്നുമില്ല, കറിയിൽ ഇങ്ങനെ കടിക്കാൻ പാകത്തിനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങ വറുത്ത് അരച്ച് വെച്ചല്ലോ, അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കണം. ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. പാകത്തിന് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ, ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങേൻ്റെ കൂട്ടം ഒന്നങ്ങ് തിളച്ച് വരട്ടെ. ഇതിലേക്ക് ഇനി കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 കഷ്ണം കുടംപുളി ഒരു ഇത്തിരി നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിക്ക് അനുസരിച്ചിട്ട് പുളി എടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ശരിക്കും മിക്സാക്കി എടുക്കുക. അതായത് ഗ്രേവിക്ക് എത്ര വെള്ളം വേണമെന്ന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സമയത്ത് തന്നെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കറി അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. കറി അത്യാവശ്യം ഇതുപോലെ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ചൊരു മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-6 പീസ് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നടുവിലൂടെ ഒന്ന് കീറിയിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ആയാലും മതി. അപ്പോൾ ആദ്യം മീൻ ചേർക്കുന്നതിന് മുമ്പ് മുരിങ്ങക്കായ ഒന്നങ്ങ് തിളച്ചോട്ടെ കേട്ടോ, ഒരു ഇത്തിരി വെന്തോട്ടെ. മുരിങ്ങക്കായ ഒരു പകുതി വേവാവുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം തന്നെ ഇട്ട് കൊടുക്കുക മൊത്തത്തിൽ. എന്നിട്ട് ഇനി ഇളക്കൊന്നും ചെയ്യാതെ ഇടയ്ക്കിടയ്ക്കൊന്നും ഇങ്ങനെ നന്നായി ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. കറി ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കേണ്ട കാര്യം മറന്നു പോകരുത്. അപ്പോഴാണ് എല്ലാ ഭാഗത്തേക്കും മീനും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ പാകത്തിനൊരു ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ എന്തായാലും വേണ്ടി വരും. ഓരോ മീനിൻ്റെയും വേവിനനുസരിച്ച് സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മൾ തീക്കനുസരിച്ചൊക്കെ വ്യത്യാസം വരും. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് മീനൊക്കെ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ കറി ഇതുപോലെ തന്നെ സെർവ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ തന്നെ എടുക്കാം. അതല്ല കുറച്ചൊരു ഉലുവയൊക്കെ വറുത്തിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം.
അപ്പോൾ വറുത്തിടാനായിട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ എണ്ണ ഒഴിവാക്കണം എന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റേജ് ഒഴിവാക്കാം, പക്ഷെ ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. എന്നിട്ട് അതിലേക്ക് ഒരു 2 നുള്ള് ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് ഒരു 3-4 ചെറിയുള്ളി ചെറുതായി മുറിച്ചതോടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില, ഒരു 2 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം അങ്ങ് വറുത്തെടുക്കുക. ആദ്യം റെഡിയാക്കിയിട്ടുള്ള കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മീൻ കറി എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ തന്നെ കഴിക്കുന്നതിനൊക്കെ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് അടച്ച് വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ. കറി ഇപ്പോൾ ഈ ഒരു സമയത്ത് നോക്കുന്ന സമയത്ത് കുറച്ചൊരു വെള്ളം ഉള്ള പോലെ ആയിരിക്കും, പക്ഷെ ഒരു ഇത്തിരി സമയം ചട്ടിയിൽ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒരു ഇത്തിരി കൂടെ കുറുകിയിട്ടുണ്ടാവും കേട്ടോ. പാകത്തിന് കുറുകലായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. കൂടുതൽ ആളുകൾ ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മീൻകറിയിൽ പെട്ടതാണ് ഈ ഒരു തേങ്ങ വറുത്തരച്ചിട്ടുള്ള മീൻകറി കേട്ടോ. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും. മുരിങ്ങക്കായ കൂടെ ഉണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക്. പിന്നെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ്. അപ്പം മീൻ കറി ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും മീൻ കറി വെക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്